Hello, hi dear friends. അപ്പോൾ നമ്മളുടെ റമദാൻ മാസത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ കുക്കിംഗ് വ്ളോഗ്സ് ഇടുന്നത് തന്നെ നമ്മുടെ റമദാൻ മാസത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നോമ്പ് തുറ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ പലഹാരങ്ങൾ, അങ്ങനെ ലഘു പാനീയങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അല്ലാത്തവർക്കും ഇപ്പോൾ നോമ്പില്ലാത്തവർക്കും ഉപയോഗിക്കാം കേട്ടോ. എല്ലാം ഈസി റെസിപ്പീസാണ്, നല്ല ടേസ്റ്റിയാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നൊരു കിണ്ണത്തപ്പം ആയാലോ. കിണ്ണത്തപ്പം എന്ന് പറഞ്ഞാൽ നല്ല ശർക്കര കിണ്ണത്തപ്പം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. കിണ്ണത്തപ്പം തന്നെ ശർക്കര ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ വെള്ള കിണ്ണത്തപ്പം ഉണ്ട്, അത് പഞ്ചസാരയും തേങ്ങാപ്പാലും മരിയൊക്കെ ചേർത്തിട്ട് വേറൊരു ലെവലാണ്. അതിങ്ങനെ എന്താ പറയുക, ഭയങ്കര സോഫ്റ്റാണ്. അത് ഞാൻ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. പക്ഷേ ഇന്നിപ്പോൾ ശർക്കര കിണ്ണത്തപ്പമാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ശർക്കര തന്നെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 കപ്പ് അരിപ്പൊടിയിൽ ഞാൻ ചെയ്യാൻ പോവാണ്. അതിന് ഒരു 3/4 കിലോ നോക്കിക്കോളൂ. ഞാനിത് ചീകിയല്ല വെച്ചത്, തട്ടി ഇങ്ങനെ പൊട്ടിച്ചൊക്കെ വെച്ചിരിക്കുക, അതാ കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ അടുപ്പ് കത്തിക്കാം. ഇച്ചിരി ചൂട് കയറുമ്പോൾ തന്നെ ഉരുക്കി തുടങ്ങും. അപ്പോൾ ഉരുക്കി അരിച്ച് അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് എടുക്കണം. ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞു. ഇത് ഒഴുനൂൽ പാകൊന്നും ആകരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കഴിഞ്ഞു. ഇത് ഉരുകി വന്നാൽ മാത്രം മതി. ഇച്ചിരി നേരം നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ മതി, ഓഫ് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലിങ്ങനെ അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലിങ്ങനെ വരും. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒരല്പം ഒന്ന് തണുക്കട്ടെ, അപ്പോൾ അത് വെട്ടി മാറ്റാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് ഒഴുനൂൽ പാകമല്ല, ജസ്റ്റ് ഉരുക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് ഒരു തള വന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇച്ചിരി ഒന്ന് തണുത്തു, ഒരുപാട് തണുത്തില്ല, കുറച്ച് ചെറുതായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഇളക്കി മാറ്റാം. അപ്പോൾ താഴോട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ശർക്കര ഉരുക്കിയത് കിട്ടും. ടോപ്പ് പോർഷൻ അങ്ങ് മാറ്റിയാൽ മതി. ഇത്രയും പത ഞാനിങ്ങനെ നമ്മുടെ ശർക്കര ഉരുക്കിയതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇത്ര അഴുക്കുണ്ട് ഇതിൽ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം നോക്കൂ, അഴുക്കെല്ലാം മാറിയ ശർക്കരയാണ്. അഴുക്കെല്ലാം മാറിയെന്ന് വെച്ചാൽ മേൽഭാഗത്തേക്ക് പൊങ്ങി വന്നത് മതി. ഇനി നമ്മൾ ചെയ്യാൻ പോണ കാര്യം നോക്കിക്കോളൂ. ഇനി ഞാൻ ഈ പാത്രത്തിലേക്ക്, കുറച്ചുകൂടെ വലിയൊരു പാത്രത്തിലേക്ക്, നമ്മുടെ അരിപ്പൊടി, ഇത് 3 കപ്പുണ്ട്. പാക്കറ്റിൽ വാങ്ങിക്കുന്ന അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര, ഉരുക്കിയ ശർക്കരയും കൂടി ഞാൻ ചേർക്കുകയാണ്. അരിപ്പയിലൂടെ അരിച്ച് ചേർക്കുക. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർത്തല്ലോ അരിപ്പൊടിയിൽ. 3 കപ്പ് അരിപ്പൊടിയുണ്ട്. പിന്നെ ഇനി വേണ്ടത് നോക്കിക്കോളൂ, ഇത് കടലപ്പരിപ്പ് വേവിച്ചാണ്. വേവിച്ചതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 1 കപ്പായിട്ട് എടുത്താണ് വേവിച്ചത്. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തു. കുക്കറിലൊരു 4 വിസിൽ കേൾക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് അത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഉടച്ചതായിരിക്കണം. എന്നാൽ കുറച്ച് പീസസ് ഇങ്ങനെ കാണുകയും വേണം. ഓക്കെ, അതും ചേർക്കണം. 1/2 കപ്പ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ. ഇതൊരു 2ാം പാലെന്ന് വയ്ക്കാം. 2ാം പാലിൻ്റെ അയവിനുള്ള തേങ്ങാപ്പാൽ. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് ലൂസാകാനും പാടില്ല. ഈ 3 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഇങ്ങനെ കട്ടയില്ലാണ്ടൊന്ന് കലക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തവിയൊന്ന് മാറ്റിയിട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കട്ടയായിട്ട് കിടക്കുന്നതെല്ലാം എന്താണെന്നറിയാമോ, കടലപ്പരിപ്പിൻ്റെ കഷ്ണങ്ങളാണ് ഇങ്ങനെ കാണുന്നത്, ചെറുതായിട്ടൊക്കെ. കുറേയൊക്കെ ഉടയുന്നതും കുറേയൊക്കെ ഇങ്ങനെ കാണുന്ന രീതിയിലും വേണം. ഇനി ബാക്കി തേങ്ങാപ്പാലും കൂടി ഒഴിക്കാൻ പോകും. അപ്പോൾ ടോട്ടൽ 3 കപ്പ്. കടലപ്രഥമൻ പോലെ തോന്നുന്നില്ലേ? അതുപോലെയൊക്കെ തന്നെ ഇരിക്കുന്നു കണ്ടിട്ട്. എന്നാൽ അതല്ല. അപ്പോൾ നന്നായിട്ട് കലക്കി എടുത്തു കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പാകമാണ്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, നമ്മളൊരു 1/2 കപ്പ് വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടി എടുത്ത് വെക്കണം. നെയ്യല്ല ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടി ചേർക്കണം, ഏലക്ക പൊടിച്ചത്. അപ്പോൾ അതും കൂടി ചേർക്കാം. ഏലക്കാപ്പൊടി, അപ്പോൾ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. നല്ല മണം. തുടങ്ങാം. ഇനി ഇതങ്ങോട്ട് ഇളക്കി നന്നായിട്ട് കുറുകി വരും. കുറുകി കഴിഞ്ഞിട്ട് കൈയെടുക്കാണ്ട് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് കുറുകി കഴിഞ്ഞിട്ട് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നൊരു പാകം. പക്ഷേ കുറുകി തുടങ്ങുമ്പോൾ ഈ 1/2 കപ്പ് വെളിച്ചെണ്ണ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കുന്നു, വെളിച്ചെണ്ണയും കൂടി അടുത്ത് വയ്ക്കും. അപ്പം നമ്മുടെ പാത്രമൊക്കെ ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്തൊന്ന് മാറരുത്, കൈയെടുക്കാണ്ട് ഇളക്കണം, അടുക്കി പിടിക്കരുത്, കട്ട കെട്ടരുത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഒരല്പം
2 പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കിണ്ണത്തെ പോലെ. അപ്പോൾ കിണ്ണം വേണ്ടേ, അതിലേക്ക് കുറച്ച് നെയ്യ് തടവി വെക്കാം. നെയ്യ് 2 പ്ലേറ്റിലായിട്ട് തടവാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി വയ്ക്കാം. പാത്രത്തിലൊക്കെ കറക്റ്റ് പാത്രത്തിൽ നിന്നും ഇളകി വരും. ഇങ്ങനെയെല്ലാം ചെയ്ത് വെച്ചാൽ. ഇത് ശരിക്കും ഇച്ചിരി കൂടുതലാട്ടോ നെയ്യ് ഞാൻ തേക്കുന്നത്. കുഴപ്പമില്ല, ഇത്ര വേണമെന്നില്ല. ഇറ്റ്സ് ഓക്കെ. ഉണ്ടായാൽ നല്ല ടേസ്റ്റാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നെയ്യല്ലേ, സാരില്ല, നമ്മുടെ കൈകളിൽ തന്നെ തേക്കണം. ഇനി ഇത് കൈ എടുക്കാണ്ട് ഇളക്കണം. ചെറുതായി ചൂടായി തുടങ്ങി. ഇത് നോക്കി, നല്ല കൈ എടുക്കാണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റായി വരുന്നുണ്ട്. മുറുകുന്നു, നല്ല മുറുകി വരണം. അപ്പോൾ ആഹാ, ഇച്ചിരി നേരം കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈ എടുക്കാണ്ട് ഇറങ്ങി. ഈ കൈ അറിയാമല്ലോ, എനിക്ക് ഇപ്പോൾ കയ്യിലൊരു സ്പ്രേഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിച്ചാൽ ചെയ്യുന്നത്. പക്ഷേ കൈ എടുക്കാണ്ട് ഇളക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കും, അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ മുറുകി വരുന്നൊരു സമയത്ത് അവിടെ കട്ട പോലെ തോന്നും. പക്ഷെ അത് കട്ടയല്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ നന്നായിട്ട് ഇങ്ങനെ കട്ടി പിടിച്ച് തുടങ്ങുന്നു എന്ന് തോന്നുമ്പോഴാണ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യല്ല, വെളിച്ചെണ്ണ. അതാണ് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് തരുന്നൊരു കാര്യം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. തടിത്തവിയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ തടിത്തവി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിങ്ങനെ പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ കട്ടയായി വരുന്നു, ടൈറ്റായി വരുന്നു, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ തീ ആണെങ്കിൽ ഒരു ഇടത്തരം തീയിൽ വെച്ചാൽ മതി. തീരെ ലോയും അല്ല, എന്നാൽ വലിയ തീയും വേണ്ട, ഒരു ഇടത്തരം ചൂടില്ല. തടിത്തവി ഇങ്ങനെ ടൈറ്റായി വരുന്നു. എനിക്ക് ഇളക്കാൻ സമയത്ത് ഇങ്ങനെ ഒരു ബലം പിടിക്കേണ്ടി വരുന്നു. അതാണ് അതിൻ്റെ ഒരു പാകമായി വരാൻ, ഇങ്ങനെ ടൈറ്റാവാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഇപ്പം നന്നായിട്ട് ടൈറ്റായി വരുന്നുണ്ടോ? കുറച്ച് ഈ ഒരു സമയം തൊട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറേശ്ശെ ഒഴിക്കാം. കണ്ടല്ലോ, ഞാൻ എണ്ണ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഇങ്ങനെ പോയി നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും. അങ്ങനെയാണ് ഇത് ടേസ്റ്റായി വരാൻ പോണേ. നോക്കിക്കോളൂ. ഇതൊരു മാസമായിട്ട് ഈ പാത്രത്തിൽ നിന്നും ഇങ്ങനെ വിട്ട് വരുന്നൊരു പാകമായി വരണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനിയും നമ്മളിങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കാം. പാത്രത്തിൽ നിന്നും നന്നായിട്ട് വിട്ട് വരുന്നൊരു പാകമായി കിട്ടും. ഇനി ഞാനൊന്ന് തവി മാറ്റി നോക്കട്ടെ. ഒരു സ്പാറ്റുല മോഡലാക്കാം, നോക്കട്ടെ. ടൈറ്റ്നെസ് കുറച്ചുകൂടി വരണം. ഇനി വീണ്ടും ഇത് ഇത്ര ആയാലേ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് കഴിഞ്ഞത്. 1/2 കപ്പ് വെളിച്ചെണ്ണ ടോട്ടൽ ഒഴിച്ചു. നല്ല സ്മൂത്തായി. പക്ഷേ ഇനി ഇച്ചിരി കൂടെ ഒന്ന് ടൈറ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിട്ട് വന്നു, നമ്മുടെ ഒരു ഹൽവ മാതിരി അല്ലേ? അല്ല, പക്ഷേ കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിക്കോട്ടെ. അപ്പോൾ എണ്ണ എല്ലാം നന്നായിട്ട് ഒഴിച്ചു. എല്ലാം മണം, ഏലക്കയുടെയൊക്കെ മണം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിലും ഏലക്ക ചേർക്കാം കേട്ടോ. അത് ആദ്യമേ ചേർക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. ഏത് സ്റ്റേജ്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ആദ്യവും അവസാന ഭാഗം വരുമ്പോൾ 1/2 ടീസ്പൂൺ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതെ, കറക്റ്റ് ഒരു മാസമായിട്ട് വന്നു കഴിഞ്ഞു. ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയ ഉടനെ നമ്മൾ എടുക്കരുത്. കാര്യം കുറച്ചുകൂടി ഒന്ന് മൊഴിയാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാകണം. മുറുകി അതൊരു കറക്റ്റ് സെറ്റാകണം. കാര്യം പ്ലേറ്റിലേക്കാണ് നമ്മളിനി നെക്സ്റ്റ് മാറ്റുന്നത്. പ്ലേറ്റിലിങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് ഷേപ്പായി വരണം. പിന്നെ നമുക്ക് മുറിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റണം. ആ രീതിയിലുള്ള ഡ്രൈനെസ്സാണ് വേണ്ടത്. ഇപ്പോൾ റെഡിയാണ്. ഇനി ഒന്നും ചെയ്യേണ്ടത്. നോക്കി ഇളകി വരുന്നതാണ്. ക്ലീൻ നീറ്റ്. അപ്പോൾ നല്ല ഡ്രൈ ആയി. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേ കടലപ്പരിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കാണാമല്ലോ, അതാണ് വേണ്ടത്. അങ്ങനെ കാണാനാണ് നമ്മൾ ആ കടലപ്പരിപ്പ് ഇങ്ങനെ കുറച്ചൊക്കെ ഉടയും, കുറച്ചൊക്കെ ഇങ്ങനെ പീസസ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പാകം. നമുക്ക് ലെവൽ ചെയ്യാം. അത് രണ്ടാമത് ആദ്യം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. ചൂടോടെ ചെയ്യേണ്ട കാര്യമാണ്. ഏതാണ്ട് ഈക്വലായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു 2 പ്ലേറ്റിലായിട്ട്. ഇനി ഞാനൊരു സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്യാം. അപ്പോൾ ഇനി നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. പണ്ടത്തെ വീടുകളിലൊക്കെ പഴയ അമ്മമാരെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലാവില വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫിനിഷിങ് കൊടുക്കും. ഏറ്റവും മേളിൽ ഇച്ചിരി എണ്ണ
രാവിലെ എണ്ണയിൽ മുക്കിയിട്ടൊന്ന് തടവി വിടും. അപ്പോൾ നല്ല പോളിഷ്ഡായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് അന്ന് അങ്ങനെയാണ് ചെയ്യുന്ന ആൾക്കാർ. എണ്ണയൊക്കെ ഇതിനകത്തുണ്ടല്ലോ ആവശ്യാനുസരണം. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ നല്ലതായിട്ട് കാണുന്നുണ്ടല്ലോ, നല്ലൊരു ഫിനിഷിങ്, ഗ്ലേസിങ് എല്ലാം നല്ല സൂപ്പർ ലെവലാക്കി മാറ്റി. ഇനി അടുത്ത പ്ലേറ്റും അതുപോലെ തന്നെ ചെയ്യും. തണുത്ത് പോകുന്നതിന് മുമ്പേ നമ്മളിത് നന്നായിട്ട് ചെയ്യണം, സെറ്റാകരുതല്ലോ. നല്ലൊരു ഫിനിഷിങ്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് കടലപ്പരിപ്പിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അണ്ടിപ്പരിപ്പ് കിസ്മിസ് ആണെന്ന്. അതൊന്നും വേണ്ട കേട്ടോ. അതില്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് തണുക്കണം. അപ്പം ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ നല്ലതായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നിരത്തി കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയേ ഉള്ളൂ. ഒരു 15-20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താലാണ് ഇത് പെർഫെക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാവും. പിന്നെ ഒരപ്പം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. ഒരപ്പം അതും ഇതുപോലെ കിണ്ണത്തിൽ തന്നെയാണ്. അത് ഞാൻ വേറൊരു സമയം കാണിച്ചു തരാം. പക്ഷേ അതെന്താ വെച്ചാൽ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ചുട്ടെടുക്കണം. മുകളിലും താഴെയും, പണ്ടൊക്കെ ആണെങ്കിൽ മുകളിലും താഴെയും കനലിട്ട് ചുടും, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് അവനിൽ വയ്ക്കാം. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ പാനിനകത്ത് തന്നെ ഇലക്ട്രിക് അവൻ പോലെ നമ്മൾ കേക്ക് ചുട്ടെടുക്കില്ലേ, അതുപോലെ ലാസ്റ്റ് ചുട്ടെടുക്കണം. ഇത് പക്ഷേ നമ്മളിങ്ങനെ സ്റ്റീമിൽ കയറ്റി വേവിച്ചെടുക്കണം. അപ്പോൾ പല രീതിയിലുള്ള കിണ്ണത്തപ്പവും ഒരപ്പവും ഒക്കെ ഉണ്ട്. അത് ഒരപ്പമാണ്, ഞാനത് വേറൊരു സമയം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇതിലേക്ക് ഞാൻ അടിയിൽ ഈ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് 2 പ്ലേറ്റിലാണല്ലോ. അപ്പോൾ ആദ്യത്തെ പ്ലേറ്റ് കയറുന്നു. അപ്പോൾ ഇതിൽ ഒന്നുകിലൊരു ഇല കൊണ്ട് അത് അടയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ ബട്ടർ പേപ്പറോ വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ആവി ഇറങ്ങാണ്ടിരിക്കാനാണ് അകത്തേക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. പാത്രത്തിനകത്തുള്ള വെള്ളം ചൂടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കൈയൊക്കെ അകത്തിടുന്നത്. ഓക്കെ, ഇത് പുറത്ത് വെച്ചും ചെയ്യാമായിരുന്നു, അകത്ത് വെച്ച് ചെയ്യുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. യെസ്, കഴിഞ്ഞു. പാത്രം അടയ്ക്കുന്നു. ഇനി ഇതൊരു 10-20 മിനിറ്റ് നല്ലതായിട്ട് ആവി വരട്ടെ. ഒരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് ഒരു 25 മിനിറ്റ്സോളം ആയിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റ് മാക്സിമം. യെസ്, ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് നല്ല ചൂടാണ്, അപ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. അല്പം ചൂടാണ്. ഇതിനെ പുറത്തേക്ക് എടുക്കാം. സംഭവം റെഡിയാണ്. നമുക്ക് വെളിയിലേക്ക് എടുക്കാം. എൻ്റെ കൈ പൊള്ളാണ്ട് എടുക്കണം. കാര്യം ചെയ്യാം ബുദ്ധിപരമായി. സക്സസ്. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഇത് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റി ശർക്കര കിണ്ണത്തപ്പം റെഡി. ഇത് നോമ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണ്. നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ രാത്രിത്തെ ഭക്ഷണം, മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ സ്നാക്കിങ് ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഒരു മധുരമുള്ളൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. നല്ല ഭംഗിയില്ലേ, എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നമുക്ക് ശരിക്കും വേറെ നിറയുന്ന കാര്യം തന്നെയാണ്. 2-3 പീസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലത്. അപ്പോൾ എണ്ണയൊക്കെ ഊറി വരും, നല്ല തേങ്ങാപ്പാലിലൊക്കെ അല്ലേ. ഇത് ഡബിൾ കുക്കിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ആദ്യം നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് വറട്ടിയെടുത്തു, ഇങ്ങനെ ഒരു ടൈറ്റാക്കി മാവാക്കി, പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തു. അപ്പോൾ 2 രീതിയിലും വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിണ്ണത്തപ്പം റെഡിയാക്കി വെച്ചു. രണ്ടാമത്തത് ഞാനിങ്ങനെ അതൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റീം ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാവുന്ന കാര്യമാണ്. ഈ ഒരു സ്റ്റേജ് ആക്കി വേണമെങ്കിൽ അടച്ചതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ, നന്നായിട്ട് ക്ലിങ് ഫിലിം കൊണ്ട് എന്തെങ്കിലും കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ ഒരു 10-20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതും നേരത്തെ നമുക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ എന്താ പറയുക, നേരത്തെ തന്നെ ഒരു പ്രീ കുക്കിംഗ് സെഷൻ വയ്ക്കുക. കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ ജോലി ഭാരം കുറയും. ഇത് കട്ട് ചെയ്ത് നോക്കാം. തണുത്തിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്, എങ്കിലും ഒരു ശ്രമം. അപ്പോൾ നമ്മളുടെ കിണ്ണത്തപ്പം അത്യാവശ്യം തണുത്തു. ഇനി ഞാനൊന്ന് ഡീമോൾഡ് ചെയ്യും. യെസ്, പെർഫെക്റ്റ്. ഇനി ആവശ്യാനുസരണം മുറിക്കും. അപ്പം കട്ട് ചെയ്ത് തുടങ്ങാം.
സോഫ്റ്റ് ആയിരിക്കും, ടേസ്റ്റി ആയിരിക്കും. ഇതിങ്ങനെയാണ്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് വയ്ക്കണമെങ്കിൽ വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചല്ലോ അല്ലേ. ശരിക്കും അത് ഇച്ചിരി കൂടെ തണുക്കാനുണ്ട്. കറക്റ്റ് തണുത്ത് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ടേസ്റ്റി. അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് എന്താ വെച്ചാൽ ആ അരിയുടെ കൂടെ നമ്മൾ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്തില്ല. ആ ടേസ്റ്റും ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ കയറി വരും. വെരി ടേസ്റ്റി. എനിക്ക് ഇത്തരം പലഹാരങ്ങൾ, നാടൻ പലഹാരങ്ങളൊക്കെയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. നേരത്തെ അഡ്വാൻസായിട്ട് കുറേ കാര്യം ചെയ്യാം. അത് ഫൈനലായിട്ട് നമുക്ക് സമയമാകുമ്പോൾ ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കിണ്ണത്തപ്പം സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല, അത് ഞാൻ ഓഫ് ചെയ്തിട്ട് സമയമാകുമ്പോൾ എടുക്കാം. ഓൾമോസ്റ്റ് ആയിരിക്കുവാണ്. ഇനി തീ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും സന്തോഷം. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നതിന് ക്ഷമയോടുകൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെന്താ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. പിന്നെ എന്താ പറയേണ്ടത്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ. ഓക്കെ, അങ്ങനെ. പിന്നെ നിങ്ങളുടെ കമൻസും അത് വായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.